ആര് നിന്നു? രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുന്നില്ല, പിന്നാണോ കിഷോർ ബാബുവിന് പറ്റുന്നത്? രമേശ് ചെന്നിത്തല പഞ്ചപുച്ഛമടക്കി അങ്ങനെയാണെങ്കിൽ അങ്ങനെ സമ്മതിച്ചിരിക്കുന്നു. ഒരു ഇത്രയും നാൾ ഇത്രയും കുട്ടികൾ അദ്ദേഹത്തിനോടൊപ്പം കേരളം മുഴുവൻ നിന്നതല്ലേ? ഒരു വാക്കെങ്കിലും പറയാനുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വരാൻ പറ്റിയോ? അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ആളല്ല. ഈസ് ലീഗലി എലിജിബിൾ ടു ബിക്കം ദ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ്. മാറ്റി എന്ത് ചെയ്യാൻ? തിരുവനന്തപുരം ജില്ലയിൽ 8 മാസമായി അവിടെ DCC പ്രസിഡന്റില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമല്ലാത്ത ഒരു സിറ്റിയിലെ ഒരു ജനാധിപത്യ വിശ്വാസികളുടെ സ്ഥലമായതുകൊണ്ട് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി. പക്ഷെ ഔട്ട്സൈഡ് ട്രിവാൻഡ്രം സിറ്റി കോൺഗ്രസ് ഇത്രയും ദുർബലമായ സമയമില്ല. ഒരു ഈഗോയിൽ അവിടുത്തെ DCC പ്രസിഡന്റ് വെക്കുന്നില്ല. 8 മാസമായി വെച്ച DCC പ്രസിഡന്റ് 7 പ്രാവശ്യം രാജി കൊടുത്തു. എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെ ഒഴിവാക്കണം. പക്ഷെ വെക്കത്തില്ല. വെച്ചില്ലെന്നെങ്കിൽ എന്ത് സംഭവിക്കാനാ? കോൺഗ്രസ് തോക്കും. കോൺഗ്രസ് തോറ്റ ആർക്കാ എന്ത് വരാന്? പക്ഷെ ഞാൻ പിടിച്ച പോയില്ലെന്ന്. എൻ്റെ തീരുമാനമാണ്, ഇന്നാളിനെ വെക്കത്തില്ല. കാരണം ഇന്നാളിൻ്റെ പേര് പറഞ്ഞ മറ്റേ ആളാണ്, അതുകൊണ്ട് അത് വെക്കത്തില്ല. നശിച്ചോട്ടെ, നശിച്ച് നാരായണക്കല്ല് തോണ്ടിക്കോട്ടെ. ഒറ്റ MLA ആണ് തിരുവനന്തപുരം ജില്ലയിൽ. ഈ UDF അധികാരത്തിൽ വരും എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ മാത്തമാറ്റിക്സ് എനിക്ക് മനസ്സിലാകുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു MLA, കൊല്ലം ജില്ലയിൽ നിന്ന് 2, ആലപ്പുഴ ജില്ലയിൽ നിന്ന് 1, പത്തനംതിട്ട ജില്ലയിൽ 0. ഇവിടുന്ന് 25 സീറ്റില്ല എന്ന് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അത് കൃത്യമായിട്ട് അറിയുന്ന ആള് കേന്ദ്ര നേതൃത്വമാണ്. ആ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ് തിരുവനന്തപുരം ജില്ലയിൽ വയ്ക്കുന്നില്ല. സംഘടനാ പ്രവർത്തനം വേണ്ട, DCC പ്രസിഡന്റ് വേണ്ട, അങ്ങനെ പോട്ടെ, വണ്ടി മുന്നോട്ട് പോട്ടെ. 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, കൊളാപ്സ് ആയിക്കോട്ടെ. അപ്പൊ പിണറായി വിജയൻ LDF അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നതിനെക്കാട്ടിൽ ഉച്ചത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസിന്റെ പരമോന്നത നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ UDF എങ്ങനെ അധികാരത്തിൽ വരുന്നെങ്കിൽ പറയുന്നത്? എനിക്കതിന്റെ സയൻസ് മനസ്സിലാകുന്നില്ല. എവിടെങ്കിലും അതിൻ്റെ ഒരു പ്രതിഫലനം കാണണ്ടേ? സംഘടനാ പ്രതിഫലനം. ഒരാൾ വടക്കുന്ന് തുടങ്ങുമ്പോൾ ഒരാൾ തെക്കുന്ന് തുടങ്ങും. ഈ എല്ലാ പത്രസമ്മേളനങ്ങളിലും ഞങ്ങളുടെ AICC ഇൻചാർജ് മാഡം പറയാറുണ്ട്, there is no group at all in this party. We will be looking after the quality of the candidate. Winning is the only criteria. ഇപ്പോൾ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പരാജയപ്പെടാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിന്റെ മാത്രം ഒരു കുത്തൊഴുക്കായിരിക്കും. പരാജയം മാത്രമായിരിക്കും ഒരു ക്രൈറ്റീരിയ. കാരണം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കന്മാർ ഒരു സൈഡിലും, ഒരിക്കലും ഇത് മുന്നോട്ട് വരുമെന്ന് ആഗ്രഹിക്കുന്നവർ ഡൽഹിയിൽ ഇരുന്ന് സ്റ്റിയറിംഗ് പിടിച്ചു കഴിഞ്ഞ് ഈ വണ്ടി ഇത് എങ്ങോട്ട് പോകും? വേർ ഷുഡ് ഹിറ്റ് ഇറ്റ്? ഇറ്റ് വിൽ ഹിറ്റ് ലൈക്ക് എനിത്തിങ്. ഒരു ബോംബ് പൊട്ടുന്നിട്ട്. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഇത്രയൊന്നും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. ആ പുറകിരിക്കുന്ന സഹോദരി എന്നെ ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോഴത്തേക്കാണ് ഇത്രയും ഞാനങ്ങ് അല്ല. അല്ല, പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടല്ലോ ഞങ്ങളെല്ലാം ഇത്രയും നാൾ വെള്ളം കോരിയത്. ഞങ്ങളെല്ലാം ഇത്രയും വെള്ളം കോരിയെന്ന് പറഞ്ഞാൽ എന്ന് പോലെ തുടങ്ങിയ വെള്ളം കോരലാൻ പറയാമോ? ഈ നിങ്ങൾ ചോദിച്ചില്ല ആലപ്പുഴ MP എന്ന പേര് പറയുന്നത്. KC വേണുഗോപാൽ KSUവിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴത്തേക്കും നന്ദാവനം പോലീസ് ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ തല്ല് കിട്ടിയിട്ട് ഒരാളാണ് ഞാൻ. അത് കേരളത്തിലെ മുഴുവൻ ഇപ്പോഴത്തെ KSU നേതൃത്വത്തിനും കോൺഗ്രസ് ലീഡർഷിപ്പുള്ളവർക്കും എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചത്തുപോകാതിരിക്കേണ്ട അതിൻ്റെ മോളിൽ കയറി കിടന്ന് വീണ്ടും അടി കിട്ടിയവനെ ഞാൻ. അതിൻ്റെ വേദന ഇപ്പോഴും ശരീരത്തുണ്ട്, ഇപ്പോഴും ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അന്ന് പോലെ തുടങ്ങിയ പണി ഞങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. പിണറായി വിജയനെ അധികാരത്തിൽ വരുത്തുക എന്നുള്ളതല്ല. പിണറായി വിജയനെ അധികാരത്തിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ഒരാളെങ്കിലും ബലിദാനം കൊടുത്ത് പുറത്ത് വരുമ്പോൾ ഇനിയെങ്കിലും ഇത് നന്നാക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പാർട്ടിയിൽ ഇല്ലിനി, അത് അവരുടെ കാര്യം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല അത്. കാരണം ഇതൊന്നും കൂടെ പരതുപേക്ഷത്തിരിക്കണം എന്ന് ചിന്തിക്കുന്ന കേന്ദ്ര നേതൃത്വം ഉള്ളപ്പോൾ ഒരു ലാൻഡിങ് കിട്ടണ്ടേ? ആ ലാൻഡിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ UDF വീണ്ടും പ്രതിപക്ഷത്തിലിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കേന്ദ്ര നേതൃത്വം ഉള്ളപ്പോൾ no one can do anything. No one can help it out. വരട്ടെ, അത് പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തോ എങ്ങനെ കേട്ടില്ല? എന്തേട്ടാ? വരട്ടെ സമയം. അരമണിക്കൂർ വലുതല്ലേ? രാഷ്ട്രീയത്തിൽ 10 മിനിറ്റ് അരമണിക്കൂർ എന്നൊക്കെ ഭയങ്കര സമയമാണ്.
റീസൺ അല്ലേ ഇത് വളരെ ഹൃദയത്തിൽ തട്ടിയല്ല. ഞാൻ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു വെക്കുന്നതിൻ്റെ കൂട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാര്യം 1-2 വർഷമല്ല, 84 തുടങ്ങിയതാണ്, 40-41 വർഷം. ഇനിയോ താങ്ക് യു വെരി മച്ച്.